നമ്മളിന്ന് മീഷോന്ന് നല്ലൊരു ബെഡിൻ്റെ കവർ വാങ്ങിയിരുന്നു കേട്ടോ. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള, നമുക്ക് ചെറിയ കുട്ടികളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ നല്ലതായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഞാൻ വാങ്ങിയപ്പോൾ 435 രൂപയ്ക്കിന് ഒരു 10-12 ദിവസം കൊണ്ട് നമുക്ക് ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 15 ദിവസമായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 12 ദിവസമായപ്പോൾ നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റാണ് മേലേക്ക് കേട്ടോ. മേൽഭാഗം നല്ല സോഫ്റ്റായിരുന്നു. അടിഭാഗം പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കോട്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബെഡൊന്നും നാശമാവില്ല കേട്ടോ. വെള്ളം പോവുകയാണെങ്കിലും കുട്ടികൾ മൂത്രമൊഴിക്കുകയാണെങ്കിലും ഒന്നും നനയൂല. നമുക്ക് ഇവിടെ കുട്ടികൾ മൂത്രമൊഴിക്കുന്നതുകൊണ്ടാണിത് നമ്മൾ മെയിനായിട്ട് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറേ ആയി അങ്ങനത്തെ ഒന്ന് വാങ്ങണം എന്ന് വിചാരിക്കണേ. അപ്പോൾ ഒന്നിങ്ങനെ മീഷോയിൽ കണ്ടപ്പോൾ ഒന്ന് ഓർഡർ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ് ഞാൻ എങ്ങനെയുണ്ട് എന്നൊക്കെ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ബ്ലൂ കളറാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. നമുക്ക് വന്നത് ഇതായൊരു കോഫി ബ്രൗൺ കളറാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. സൈഡ് ഭാഗമൊക്കെ നല്ല എലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടാനും ഊരാനൊക്കെ നല്ല കംഫർട്ടാണ് കേട്ടോ. കണ്ടോ, ഉൾഭാഗം ഒരു ഷീറ്റാണ്, ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാതെ വെക്കാനുള്ളൊരു ഷീറ്റാണ് കേട്ടോ. അതിൻ്റെ കമ്പനീൻ്റെ ബ്രാൻഡിൻ്റെ പേരൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ പേടിച്ചിരുന്നു കേട്ടോ, കാരണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മീഷോന്ന് ഒരു പ്രോഡക്റ്റ് ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്ത് വാങ്ങുന്നത്. അപ്പോൾ നമ്മളിത് ആ ബെഡിലിട്ട് കൊടുത്തിട്ട് നല്ല സോഫ്റ്റാണ്, നല്ല പെർഫെക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പുതപ്പൊക്കെ ഇല്ലേ അതേപോലെ ഉണ്ട് കേട്ടോ. കിടക്കുമ്പോൾ ബെഡ്ഷീറ്റ് വേണമെന്നില്ല അതിൻ്റെ മേലെ ഇടാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. 4 ഭാഗവും എലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ ഇടാൻ പറ്റി കേട്ടോ. പിന്നെ നമുക്കിതാ നെയ്മീൻ കൊടുന്നിരുന്നു. എന്താ വാളമീനാണ് കേട്ടോ. അത് നമ്മളൊന്ന് കഴുകിയിട്ട് കറി വെക്കാൻ എടുത്ത് വെക്കുകയാണ്. നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതൊരു ചുവന്ന കളറാണ്, മീനിൻ്റെ കളറും ചുവപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് നെയ്യാണ്, കണ്ടോ. ഇതൊക്കെ നെയ്യാണ് കേട്ടോ. അതിലേക്ക് കറി വെക്കുന്ന സമയത്ത് അതിലേക്ക് ഇറങ്ങിയിട്ട് നന്നായി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കറി വെച്ചാൽ. ഞാൻ അധികം വെള്ളമില്ലാണ്ട് വറ്റിക്കുകയാണ് അത് ചെയ്യൽ. പൊരിക്കുകയാണെങ്കിൽ അധികം എണ്ണയും വേണ്ട, ഇതിൻ്റെ നെയ്യൊക്കെ ഇറങ്ങിയിട്ട് നല്ല നെയ്യ് ഉണ്ടാവും കേട്ടോ അതിൽ. അപ്പോൾ ചെറിയുള്ളി ഉപയോഗിച്ചാണ് ഞാൻ മീൻ കറിയൊക്കെ വെക്കൽ കേട്ടോ. നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത്. അതേമാതിരി തക്കാളി അരക്കും കൂടി ചെയ്യും കേട്ടോ. അപ്പോൾ വിറകടുപ്പിൽ മൺചട്ടിയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചെടുത്ത് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത്, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുള്ള കേട്ടോ, പേസ്റ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കും. പിന്നെ അത് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ പിന്നെ മസാലകൾ ആഡ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താക്കുക, നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളീൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കും. പിന്നെ കുടംപുളി ഇട്ട് കൊടുക്കും. വാളംപുളി നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ, കുടംപുളി തന്നെയാണ് വെക്കാറ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അത് വേറെ തന്നെ ആയിരിക്കും കേട്ടോ. മൺചട്ടിയിലാകുമ്പോൾ തന്നെ നമുക്ക് വെക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു നാടൻ സ്റ്റൈലിലുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ചോറിലും ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത്തിരി വലിയ ജീരകത്തിൻ്റെ പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ.
ആ മസാല നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ തക്കാളീൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു പച്ചമണമൊക്കെ മാറി വരണം. കാരണം നമ്മൾ വറുത്ത് പൊടിച്ച പൊടിയല്ല കേട്ടോ, അത് പൊടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ പാക്കറ്റ് പൊടി ആയതുകൊണ്ട് തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഞാനൊന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കാറുണ്ട്. പിന്നെ തക്കാളീൻ്റെ പേസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുടംപുളി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചു തരാൻ മറന്നുപോയി. പിന്നെ അത് അധികം വെള്ളമൊന്നും ആക്കുന്നില്ല, നമുക്ക് വറ്റിച്ചെടുക്കാനല്ലേ. വറ്റിച്ചെടുക്കല ഒരു കുറുന്നനുള്ളൊരു കറി കേട്ടോ. പിന്നെ ഇതിലുള്ള നെയ്യൊക്കെ ഇറങ്ങി കുറച്ചൊരു ലൂസായി കിട്ടും ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റത്തെ ഒരു വെന്ത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എപ്പോഴും എടുക്കാൻ വിട്ടുപോകും കേട്ടോ. തിരക്കിൻ്റെ ഇടയിൽ പറ്റുന്നതാണ്, മറന്നു പോകുന്നത്. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ മീൻ കറി ഉണ്ടാക്കാറ് കേട്ടോ. കരിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കുന്ന വരെ ഒന്ന് നല്ല തീയിൽ വെക്കും കേട്ടോ. പിന്നെ